പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയം ACNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വരുവാനും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സത്യവചനത്തെ അല്പമായി വീണ്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനുള്ളതായ ഭാഗ്യം സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും മറ്റ് സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും തിരുവചനം നിത്യേന സംസാരിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസന്മാർക്ക് ഓരോരുത്തർക്കും സംസാരിക്കപ്പെടുന്നതായ വചനഭാഗം ശ്രദ്ധിക്കുന്ന എല്ലാ കേൾവിക്കാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. സ്തോത്രം. ഈ വചനം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കേൾക്കുവാൻ ഇടയായിത്തീർന്ന പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധയോടും ബുദ്ധിയോടും വചനം ശ്രദ്ധിക്കുകയും സ്തോത്രം അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് തിരുവചനവുമായിട്ട് അതിനെ ബോധ്യപ്പെട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ നാഥൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി സത്യദൈവത്തെ യഥാർത്ഥമായി അറിയേണ്ട പോലെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകിയ സമയത്ത് അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയത് കൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമാർ എന്ന വിഷയമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും അതേ വിഷയം തന്നെയാണ്. അതിൻ്റെ 6ാമത്തെ ഭാഗം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ആർ എന്ന വിഷയത്തിൽ ദൈവം ആത്മാവാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ നിമിഷങ്ങളിൽ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയും സർവജ്ഞാനിയും പൂർണ്ണ വിശുദ്ധിയിൽ വസിക്കുന്നവനും സർവസൃഷ്ടിയുടെയും കാരണഭൂതനുമാകുന്നു എന്ന് നാം ചിന്തിച്ചു. ദൈവം ആത്മാവാകുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കുവാൻ കഴിഞ്ഞു. ഇന്നും ആത്മാവായ ദൈവത്തെ സംബന്ധിച്ച് വീണ്ടും ചില സത്യങ്ങൾ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് വചനം ശ്രദ്ധിക്കാം. ദൈവം ആര് എന്നുള്ളതായ ചിന്തയിൽ പലരും പല വിധത്തിലുള്ളതായ തെറ്റിദ്ധാരണകളിലൂടെയാണ് ക്രിസ്തീയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യദൈവം ആരെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാരംഭമായ ഒരു വചനഭാഗം ദൈവസന്നിധിയിൽ വായിച്ചുകൊണ്ട് അതേ തുടർന്ന്
ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 18 മുതൽ 21 വരെയുള്ളതായ വേദഭാഗങ്ങളാണ് പ്രാരംഭമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് സംസാരിക്കപ്പെടുന്നതായ ഒരു വിഷയഭാഗമാണ് നമുക്കിവിടെ വായിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. കർത്താവിനെ കുറിച്ചുള്ളതായ വിശ്വാസവും സ്തോത്രം അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉപദേശ സത്യവും ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം പലരും സത്യവചനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു അനുഭവം ഉണ്ടായപ്പോൾ കർത്താവിൻ്റെ ദാസൻ അതേക്കുറിച്ച് കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമുക്കിവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രൂശിൻ്റെ വചനമാണ് കർത്താവിൻ്റെ ദാസൻ പ്രസംഗിക്കുന്നത്. ആ വചനം നശിച്ചു പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഭോഷത്വമായി തോന്നുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് അനുദിനം ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ദൈവശക്തി എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ തൻ്റെ ജനത്തോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷ്യം വഹിക്കുമെന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവശക്തി എന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്. രക്ഷിക്കപ്പെടുന്നവർക്കത് അനുദിനം അവനെ ശക്തീകരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നശിച്ചു പോകുന്നവർക്ക് ക്രൂശിൻ്റെ വചനം ഭോഷത്വമായി തോന്നും. കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധിയെ ദുർബലമാക്കുകയും ചെയ്യുമെന്ന് മുൻകൂട്ടി എഴുതിയിട്ടുണ്ടല്ലോ എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ എന്ന് കാണുവാൻ കഴിയുന്നു. ലോകം ജ്ഞാനത്താൽ വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതായ തോന്നൽ ലോകത്തിനുണ്ട്. എങ്കിലും ലോകത്തിൻ്റെ ജ്ഞാനത്തെ അവരറിയാതെ തന്നെ ദൈവം അത് ഭോഷത്വമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം അവരറിയുന്നില്ല, ലോകം അറിയുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയാതെയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കുന്നവരെ ലോകം
ഭോഷത്വമെന്ന് ദൈവവചനത്തെക്കുറിച്ച് പറയുന്ന, ക്രൂശിൻ്റെ വചനത്തെ ഭോഷത്വമെന്ന് പറയുന്ന ആ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് ഹിതം തോന്നി എന്നാണ്, പ്രസാദം തോന്നി എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചവരാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കുവാനിടയായിത്തീരുന്നത്. വിശ്വസിക്കുന്നവരെ ലോകം ഭോഷത്വമെന്ന് പറയുന്നതായ ക്രൂശിൻ്റെ വചനത്താൽ രക്ഷിക്കേണ്ടതിന് ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശ്വാസത്താലാണ് രക്ഷയുടെ വെളിപ്പാട് പ്രാപിക്കുന്നത് എന്ന് തിരുവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിങ്കലുള്ളതായ വിശ്വാസമാണ്. എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. കർത്താവ് പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, രണ്ട് വിശ്വാസങ്ങളുണ്ടോ എന്നൊരു പക്ഷേ തെറ്റിദ്ധരിക്കുവാനുള്ളതായ സാധ്യതയുണ്ട്. വിശ്വാസം ഒന്നേ ഉള്ളൂ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞതിൻ്റെ ആശയം ദൈവം തന്നെയാണ് താൻ എന്ന് സമർത്ഥിക്കുകയാണ്. അത് ഒരു പക്ഷേ ഞാൻ ദൈവമാണ് എന്ന് അവൻ പറയുന്നില്ല എങ്കിലും, താൻ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറയുമ്പോൾ ഏക വിശ്വാസമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതെങ്കിൽ താൻ തന്നെയാണ് ദൈവം, അതുകൊണ്ട് തന്നിൽ വിശ്വസിക്കണമെന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസം കൂടാതെ, കർത്താവിങ്കലുള്ളതായ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? തീർച്ചയായിട്ടും ദൈവമുണ്ടെന്നുള്ളതായ വിശ്വാസം ഒരുവനുണ്ടാകണം. ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളതായ വസ്തുത മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ദൈവപ്രസാദം ലഭിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. ദൈവം ആരാണ് എന്നുള്ളത് യഥാർത്ഥമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ദൈവവചനം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഏക ഉദ്ദേശം. സ്തോത്രം. ഇവിടെ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകലവിധമാകുന്ന അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക എന്ന് പറഞ്ഞാൽ, നീതിമാനായ ദൈവം തൻ്റെ മക്കൾക്ക് സത്യവചനം യഥാർത്ഥമായി ഉപദേശിച്ചു കൊടുക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അത് പുതിയ നിയമവിശ്വാസികൾ മനസ്സിലാക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിലാണ് സത്യോപദേശം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നൽകിയത്.
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യമാണ് അതിൻ്റെ അടിസ്ഥാന ഉപദേശമായി കർത്താവ് നൽകുവാനിടയായി തീർന്നിട്ടുള്ളത്. ഈ സത്യം ഗ്രഹിക്കാതെ അനീതിയായ കാര്യങ്ങളിലൂടെ സത്യോപദേശത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന അനേക മഹാന്മാരെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തീയ ഗോളത്തിൽ അനീതി കൊണ്ട് സത്യമാർഗത്തെ തടഞ്ഞു കളയാം എന്നുള്ളതാണ് അത്തരക്കാരായ ആളുകളുടെ മനോഭാവം. തീർച്ചയായിട്ടും ദൈവവചനം പറയുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകലവിധമാകുന്ന അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു എന്നാണ്. അഭക്തിയും അനീതിയും പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൻ്റെ മാർഗത്തെ തടസ്സപ്പെടുത്തുവാനും അനീതി കൊണ്ട് സത്യോപദേശത്തെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതായ വ്യാമോഹം കൊണ്ടും അഭക്തിയും അനീതിയും പ്രവർത്തിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹാകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ശിക്ഷാവിധിയിലാകപ്പെടാതെ വണ്ണം സത്യമാർഗം എന്തെന്നും സത്യദൈവം ആരെന്നും വ്യക്തമായി തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ വഴികളിൽ ജീവിക്കുവാൻ ഏവരും സ്തോത്രം തയ്യാറാവുക എന്നുള്ളതാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടുന്നത് പോലെ അറിയുവാൻ വേണ്ടി ദൈവം ആ വെളിപ്പാട് ലോകത്തിന് നൽകിയിട്ടുണ്ട്. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ എന്നും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ നിത്യശക്തിയും അവൻ്റെ ദിവ്യത്വവും സ്തോത്രം അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു എന്ന് പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. അനീതി കൊണ്ട് സത്യത്തെ തടസ്സപ്പെടുത്തുന്നതായ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയം ഇരുണ്ടുപോകുവാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. 1 കൊരിന്തി 15-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. സ്തോത്രം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇവിടെ കർത്താവിൻ്റെ ദാസൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആത്മാവും അദൃശ്യനുമായ ദൈവമാണ് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ജഡത്തിൽ വെളിപ്പെട്ടു വന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവം ആത്മാവാണ്, അവൻ അദൃശ്യനാണ്, അവൻ ഏകനാണ്, അവൻ സർവശക്തനാണ്,
അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ആ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ആത്മാവും അദൃശ്യനുമായ ആ ഏക സത്യ ദൈവമാണ് സ്ത്രീയുടെ സന്തതിയായി ജഡത്തിൽ വെളിപ്പെട്ടു വന്നത് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. 2 തിമോത്തിയോസ് 2:13 വാക്യഭാഗത്തിൽ നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം ഒരുപക്ഷെ അവിശ്വസ്തരായി തീർന്നാലും നാം സേവിക്കുന്നവനായ നമ്മുടെ കർത്താവ് വിശ്വസ്തനായി തന്നെ പാർക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കലും അവന് ത്യജിപ്പാനായിട്ട് കഴിയുകയില്ല. ഈ വചനം വിശ്വാസയോഗ്യമാണ്, ഒരിക്കലും മാറ്റപ്പെടുവാനോ കഴിയാത്തതായ നിത്യവചനമാണ്, സത്യവചനമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദൈവം മാറ്റമില്ലാത്തവനാണ്. അവന് തൻ്റെ സ്വഭാവം ത്യജിപ്പാനും കഴിയുകയില്ല. അവൻ അനന്യനായ ദൈവമാണ്. മലാക്കി പുസ്തകം 3-ാം വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെയിരിക്കുന്നു. യഹോവയായ ഞാൻ മാറ്റമില്ലാത്തവനാണ്, മാറാത്തവനാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ പുത്രന്മാരായി നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് എന്ന് കർത്താവ് തൻ്റെ ദാസനിലൂടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇബ്രായ ലേഖനം 1-ാം 10 മുതൽ 12 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്ന് പറയുന്നു. സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എബ്രായ ക്രൈസ്തവർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. കർത്താവെ എന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ പഠിക്കുന്നത്, കൊരിന്തിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രമേ ഉള്ളൂ എന്നാണ്. ആ ഏക കർത്താവ് പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും ആ കർത്താവിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. എന്നാൽ അവ നീങ്ങിപ്പോകും, അഥവാ നശിച്ചു പോകും. നീയോ ഒരിക്കലും നശിച്ചു പോകുകയോ മാറ്റപ്പെടുകയോ ചെയ്യുകയില്ല. നീ എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിനൊരിക്കലും മാറ്റമുണ്ടാകുകയില്ല. സ്തോത്രം. ദൈവ സൃഷ്ടിയാകുന്ന ആകാശവും ഭൂമിയും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകുമെന്നാണ്. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്ന് പറയുന്നു എന്ന് അവിടെ കാണപ്പെടുകയാണ്. കർത്താവിൻ്റെ സംവത്സരങ്ങൾക്കൊരിക്കലും മാറ്റം വരികയില്ല. അവൻ നിത്യനാണ്. നിത്യത മുതൽ നിത്യത വരെയും അവൻ മാറ്റമില്ലാത്തവനാണ്. അനന്യനായ ദൈവമാണ്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം 17 വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്നവിടെ കാണുവാൻ കഴിയുന്നു.
എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് വെളിപ്പെട്ടു വരുന്നത്. അവന് യാതൊരു വിധമാകുന്ന വികാര വിചാരങ്ങളോ കാലഗതി മാറുന്നതനുസരിച്ചുള്ളതായ മറവോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഉണ്ടാവുകയില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമാക്കുകയാണ്. ദൈവഹിതത്തിനും അവൻ്റെ സമ്പൂർത്തിക്കും ഒരു മാറ്റവും വരികയില്ല. സ്തോത്രം. അവൻ്റെ സത്തയെ അല്ലെങ്കിൽ സാരാംശത്തെ അതിൽ യാതൊന്നും കൂട്ടുവാനും കുറയ്ക്കുവാനും ആർക്കും കഴിയുന്നതല്ല. അത് നിത്യമായിട്ടുള്ളതാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മാവും അദൃശ്യനുമായ ദൈവം മാറ്റമില്ലാത്തവനാകുന്നു. സ്തോത്രം. നേരത്തെ നാം ചിന്തിച്ചതുപോലെ ആത്മാവും അദൃശ്യനുമായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് യേശു ക്രിസ്തു. അവൻ സാക്ഷാൽ ദൈവമാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. പലർക്കും അക്കാര്യത്തിൽ തെറ്റിദ്ധാരണകളുണ്ട്, സംശയങ്ങളുണ്ട്. ദൈവം ഒന്നിലധികമുണ്ടെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ പൈശാചികമായിട്ടും മാനുഷികമായിട്ടൊക്കെ കടന്നു വന്നിട്ടുള്ളതായ പഠിപ്പിക്കലാണ്. അത് ഒരിക്കലും ന്യായമാവുകയില്ല, നീതിയാവുകയില്ല. ഇത്തരത്തിലുള്ളതായ ചിന്താഗതിക്കാർക്ക് ദൈവത്തിൻ്റെ മഹാകോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉന്നതനാണ്, ഞാൻ ഉയർന്നിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഉന്നതനായ ഒരുത്തനുമില്ല എന്നുള്ളതാണ്. ഞാനാണ് ഏറ്റവും ഉയരങ്ങളിലിരിക്കുന്നവൻ, ഞാൻ ശാശ്വതവാസിയാണ്. എൻ്റെ ആ സ്തോത്രം എനിക്ക് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. എന്നേക്കും ഞാൻ സ്തോത്രം ഉന്നതനായും ഉയർന്നവനായും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു എന്നാണ് കർത്താവ് പറയുവാനിടയായി തീർന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും മാറ്റപ്പെടുവാനോ മാറ്റപ്പെടുത്തുവാനോ കഴിയാത്തവനായ ആ സത്യദൈവമാണ് ഉന്നതങ്ങളിൽ വസിക്കുന്നവൻ. സ്തോത്രം. അത് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, ക്രിസ്തുവും ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉദ്ഭവിച്ചത്. അവൻ സ്തോത്രം സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് അവനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം സർവത്തിനും മീതെ എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിൽ വസിക്കുന്നവൻ, ഉയരങ്ങളിൽ വസിക്കുന്നവൻ, ശാശ്വതവാസിയായവൻ, അവൻ മാത്രമാണ് ഏക സത്യ ദൈവം. സ്തോത്രം എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-24 വാക്യഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ? ഞാൻ ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവം ഒരിക്കലും തൻ്റെ മക്കൾക്ക് ദൂരസ്ഥനായിരിക്കുന്നവനല്ല. അവനെപ്പോഴും തൻ്റെ മക്കളോട് സമീപസ്ഥനായിരിക്കുന്ന ദൈവമാണ്. ഒരു മനുഷ്യനും
ദൈവം കാണാതെ വണ്ണം മറയത്തൊളിക്കുവാൻ സാധ്യമല്ല. സ്തോത്രം. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനാണ് നാം സേവിക്കുന്നവനായ സത്യദൈവം എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. നമ്മുടെ ദൈവം അനാദ്യനായി, മാറ്റമില്ലാത്തവനായി, സ്ഥലകാല പരിമിതികൾക്ക് അപ്പുറമായി പ്രവർത്തന നിരതനായി വസിക്കുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതാണ് എന്ന് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. കൊലോസ്യ ലേഖനം 1:16 വാക്യഭാഗം വായിക്കുമ്പോൾ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് സകലവും സൃഷ്ടിച്ചവൻ യേശു ക്രിസ്തു ആകുന്നു എന്നിവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സകലവും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ മുഖാന്തരമാണ്, അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആത്മപൂർണനായ ദൈവത്തിൻ്റെ ചിന്തയുടെ ഉദ്ഭവമാണ്, ചിന്തയിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് പ്രപഞ്ചവും അതിലുള്ള സകല വസ്തുക്കളും, ദൂതന്മാരും മനുഷ്യരും എല്ലാം എന്ന് പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകളെല്ലാം ഒരു മനുഷ്യനും ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആർ എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആത്മപൂർണനായ ദൈവത്തിൻ്റെ അന്തരംഗത്തിൽ ഉദ്ഭവിച്ചതായ ചിന്തയാണ് ഈ സൃഷ്ടിക്ക് മുഴുവനും കാരണഭൂതമായി തീർന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇത് മറ്റാരുടെയും ബുദ്ധിയുപദേശം കൊണ്ടോ, മറ്റാരുടെയും കൈസഹായം കൊണ്ടോ, മറ്റാരും കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയുമല്ല. ഏകനായ ദൈവം മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ആ ഏക ദൈവത്തിൻ്റെ അദ്ഭുത പ്രവർത്തനമാണ് പ്രപഞ്ചവും അതിലുള്ളതെല്ലാ വസ്തുക്കളും, സ്വർഗത്തിലെ ദൂതന്മാരും ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യരും സകല ജീവജാലങ്ങളും സകലതും എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അത് സകലവും സൃഷ്ടിച്ചവൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സ്തോത്രം. മനുഷ്യന് വീഴ്ച വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയത് കർത്താവ് ക്രമീകരിച്ചിരുന്നു എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. മനുഷ്യന് വീഴ്ച ഭവിക്കുന്നതിന് മുമ്പ് തന്നെ വീഴ്ച ഭവിക്കപ്പെടുമെന്നുള്ളതായ കാര്യം സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് വീഴ്ച ഭവിക്കപ്പെടുന്നതിൻ്റെ മക്കളെ വീണ്ടെടുക്കേണ്ടുന്നതിന് വേണ്ടിയത് എന്താണ് എന്ന് കർത്താവ് മുൻകരുതിയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം
13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അവനെ നമസ്കരിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവനാണ് നമ്മുടെ കുഞ്ഞാട്, അഥവാ യേശു ക്രിസ്തു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ വീഴ്ച വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇത് ക്രമീകരിച്ചിരുന്നു സർവശക്തനായ ദൈവം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ മനുഷ്യന് വീഴ്ച ഭവിച്ചാൽ അവനെ വീണ്ടെടുക്കേണ്ടതിന് ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമായിരുന്നു. ദൈവം അവൻ്റെ തനതായ രൂപത്തിൽ ലോകത്തിലേക്ക് കടന്നു വന്ന്, ദൈവത്തിന് ജനിക്കുവാനും മരിക്കുവാനും ഒന്നും കഴിയുന്നതല്ല. ദൈവം നിത്യനായ ദൈവമാണ്. എന്നാൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം പ്ലാൻ ചെയ്തു. ആ ദൈവത്തിൻ്റെ ഉള്ളത്തിലുണ്ടായ പ്ലാൻ ലോക സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നതാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, സ്തോത്രം, ദൂതന്മാരുടെ വീഴ്ചയും അതിനുശേഷം സൃഷ്ടിക്കപ്പെടുന്നതായ മനുഷ്യന്റെ വീഴ്ചയും എല്ലാം ദൈവം മുൻകണ്ടിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പ്രവാചകൻ പറയുന്നത്, അവൻ ആരംഭത്തിൽ തന്നെ അവസാനത്തെയും പൂർവ്വകാലത്ത് തന്നെ മേലിൽ സംഭവിക്കുവാനുള്ളതും പ്രസ്താവിക്കുന്നവനാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തിന് അറിയുവാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ ദൂതന്മാർക്ക് വീഴ്ച വരുമെന്നും അതിനുശേഷം സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യന് വീഴ്ചയുണ്ടാകുമെന്നും, അങ്ങനെ വീഴ്ച ഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു തയ്യാറെടുപ്പാണ് സ്തോത്രം. തൻ്റെ സ്തോത്രം സ്വരൂപം എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യനായി ലോകത്തിലേക്ക് വെളിപ്പെട്ടു വരുവാൻ വേണ്ടി താൻ ഒരു സ്തോത്രം ശരീരമെടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ അത് ഏത് വിധത്തിലായിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിലുണ്ടായിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് അവൻ്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആ അനുഭവത്തിലാണ് അവൻ്റെ സ്വന്തം ഛായയിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ആത്മാവും അദൃശ്യനുമായ ആ ദൈവത്തിന് പ്രത്യേകമായിട്ടൊരു രൂപമില്ല. അവൻ ആത്മാവാണ്, അദൃശ്യനാണ്. എന്നാൽ അവൻ ലോകത്തിലേക്ക് വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടി, സ്തോത്രം, അവനൊരു ശരീരം എടുക്കുവാൻ തീരുമാനിച്ചു. ആ ശരീരം എങ്ങനെയായിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച്, ആ ശരീരത്തിൻ്റെ ആകൃതി അനുസരിച്ചാണ് മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ലോകസ്ഥാപനം മുതൽ തൻ്റെ മക്കൾക്ക് വേണ്ടി അറുക്കപ്പെടുവാൻ അല്ലെങ്കിൽ മരിക്കുവാനായിട്ട് കർത്താവ് സ്തോത്രം ഒരുക്കപ്പെട്ടിരുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അവൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും സ്തോത്രം എതിർ ക്രിസ്തുവിനെ അല്ലെങ്കിൽ സാത്താനെ സ്തോത്രം നമസ്കരിക്കും എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കേണ്ടതിന് അവൻ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവനിൽ തൻ്റെ മക്കളെ തെരഞ്ഞെടുത്തിരുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ സ്ഥാപനത്തിന് മുമ്പേ അവന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ്
ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ളതായ ഒരു ഭാഗ്യം ലഭിക്കാത്ത പ്രിയപ്പെട്ടവരാണ് ലോകത്തിൻ്റെ മാർഗങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യത്തിന് വിരോധമായി പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ സകലരും മാനസാന്തരപ്പെട്ട് ജീവനുള്ള ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായി തീരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കേട്ടനുസരിക്കുവാൻ തയ്യാറായാൽ അവന് ജീവരക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഇല്ല എങ്കിൽ ശിക്ഷാവിധിയിൽ പോകും എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ നമ്മെ രക്ഷിക്കുകയും അവൻ്റെ വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല അതങ്ങനെ അവൻ ചെയ്തത്, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീങ്ങി കർത്താവിൻ്റെ സത്യ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രയെന്ന് കാണുവാൻ കഴിയുന്നു. നമുക്ക് ലഭിച്ച ഈ കൃപകളെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം നിർണയത്തിലും അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം നിർണയത്തിലും കൃപയ്ക്കും ഒത്തവണ്ണമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ആത്മപൂർണനായ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യൻ പാപം ചെയ്ത് വീഴ്ച ഭവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവനെ രക്ഷിക്കുന്നതിനുള്ളതായ പദ്ധതി ഒരുക്കി എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഇബ്രായ ലേഖനം 2-ന്റെ 14 നാം വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അഥവാ പിതാവും ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചുവല്ലോ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. തൻ്റെ മക്കൾ ജഡത്തിൽ വസിക്കുന്നവരാകൊണ്ട് പിതാവായ ദൈവവും തൻ്റെ മക്കളെ പോലെ ജഡത്തിൽ ജീവിക്കുന്നവനായി തീരുവാനിടയായി. അതിൻ്റെ കാരണം മരണത്തിൻ്റെ അധികാരി പിശാചാണ്. അവൻ്റെ അധികാരത്തെ നീക്കം ചെയ്തിട്ട് ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്ന തൻ്റെ മക്കളെ വിടുവിക്കണമെങ്കിൽ തൻ്റെ മരണം അനിവാര്യമായിരുന്നു. അങ്ങനെ പിശാചിനെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് തൻ്റെ മക്കൾക്ക് നിത്യജീവനെ കൊടുക്കുവാൻ താൻ ലോകത്തിലേക്ക് കടന്നു വന്ന് മരണം വരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനായിട്ടാണ് കർത്താവ് ശരീരമെടുത്ത് ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. ആത്മാവും അദൃശ്യനുമായ സർവശക്തനായ ദൈവം ഒരു ശരീരമെടുത്തു അഥവാ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്നത്
പിശാചിൻ്റെ പിടിയിൽ നിന്നും തൻ്റെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അവൻ ലോകത്തിലേക്ക് കടന്നു വന്നു അവൻ്റെ അദ്ഭുത പ്രവർത്തനങ്ങളാൽ തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്ന അതേ ദൈവം തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനായ യേശു ക്രിസ്തു. അത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. യാതൊരു തർക്കവുമില്ല. ഒരു വ്യക്തിയും ശിക്ഷാവിധിയിലാകപ്പെടരുതെന്നാണ് ദൈവം പോലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സത്യം സകല മനുഷ്യരെയും അറിയിക്കുവാനായിട്ട് JCNDSD എന്ന ഈ ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ആഗ്രഹിക്കുന്നു. പലരും പല നിലകളിൽ അതിനെ എതിർക്കുവാനും തർക്കിക്കുവാനും വാദിക്കുവാനും ഒക്കെ തയ്യാറാകുന്നുണ്ട്. ഏത് വിധത്തിൽ വാദിച്ചാലും തർക്കിച്ചാലും ഏതെല്ലാം നിലയിലുള്ളതായ അപവാദങ്ങളും അപരാധങ്ങളും സ്തോത്രം ഒരുപക്ഷെ ഇത്തരക്കാരായ ദൈവദാസന്മാരുടെ മേൽ പഴിചാരുവാനിടയായി തീർന്നിരുന്നാലും മരണം വരെയും അഥവാ കർത്താവിൻ്റെ വരവുവരെയും ഈ സത്യസന്ദേശം ലോകത്തോട് അറിയിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരുടെ ലക്ഷ്യം. അതിന് യാതൊന്നും തടസ്സമായി നിൽക്കുകയില്ല. നിന്നാലും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ സത്യം തുറന്നു പറയുവാൻ ഞങ്ങൾ തയ്യാറാകും. കാരണം ഒരു വ്യക്തി പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം ഈ സത്യം തുറന്നു പറയുവാൻ ഞങ്ങൾ നിർബന്ധിതരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ഇത് വ്യക്തമായിട്ടൊരു വ്യക്തിക്ക് തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ സ്തോത്രം മാനസാന്തരം ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം അത് അടിസ്ഥാനം ഉപദേശമാണ്. അത് അംഗീകരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് ജീവരക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഇല്ല എങ്കിൽ ശിക്ഷാവിധിയിലാകപ്പെടും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് വൈകിയ സമയത്ത് അല്പസമയം തിരുവചനവുമായിട്ട് ഇതിനു മുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവന് ഭാഗ്യം നൽകിയതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. JCNDSD എന്ന ഈ ഗ്രൂപ്പിൻ്റെ സംഘാടകരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വലഭനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയറ്റിക്കൊണ്ട് വാക്കുകളെ നിർത്തുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി സ്തോത്രം. ഇപ്പം സമയം തിരുവചനവുമായിട്ട് ഇതിനു മുമ്പിൽ നിൽക്കുവാൻ സ്വർഗ്ഗം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, സത്യദൈവത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാനുള്ളതായ ഭാഗ്യം നേടി ഞങ്ങൾക്ക് നൽകി ബലപ്പെടുത്തിയാണ്. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കണം. സകല മഹത്വം പരിഹരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.